പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ പദ്ധതിയിട്ട 3 പേർ ബീഹാറിൽ അറസ്റ്റിലായി. പ്രതികൾ അമേരിക്കൻ ചാരസംഘടനയായ CIA സമീപിച്ചെന്നും റിപ്പോർട്ട്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നടപടി. അറസ്റ്റിലായവരിൽ പ്രധാനി അമൻ തിവാരി എന്ന ബെക്സർ സ്വദേശി. പരിശോധനയിൽ പ്രതികളുടെ പക്കൽ നിന്നും ലാപ്ടോപ്പുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തിരിക്കുകയാണ്. 2022 കൊൽക്കത്ത വിമാനത്താവളം തകർക്കാനുള്ള പദ്ധതിയും പ്രതി ആസൂത്രണം ചെയ്തിരുന്നു എന്നാണ് വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. വിഷ്ണു പ്രസാദ് ചേരുന്നുണ്ട്. വിഷ്ണു, എന്തൊക്കെ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത്? ഇന്റലിജൻസ് ബ്യൂറോ ഈ അറസ്റ്റിലായവരെ കുറിച്ച് വിവരങ്ങൾ തേടുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണോ പുറത്തേക്ക് വരുന്നത്? വിഷ്ണു, പ്രതീക്ഷ, ഇപ്പോൾ ലഭിച്ച വിവരങ്ങൾ പ്രകാരം 3 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നു. അത് കൂടാതെ ഇതിനു മുൻപും രാജ്യത്തെ തകർക്കുന്നതിനായുള്ള വിവിധ പദ്ധതികൾ ഇവർ ആസൂത്രണം ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവിധ നെറ്റ്വർക്കുകളുമായി, അതായത് തീവ്രവാദ സംഘടനകളുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യവിരുദ്ധ ശക്തികളുമായോ ഇവർക്ക് ബന്ധമുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ പ്രതികൾ അമേരിക്കൻ സംഘടനയായ CIA സമീപിച്ചിട്ടുണ്ടായിരുന്നു. തങ്ങൾ പ്രധാനമന്ത്രിയെ വധിക്കാം, 22 ദിവസത്തെ സമയം നൽകിയാൽ മതി, ആ സമയം കൊണ്ട് പ്രധാനമന്ത്രിയെ വധിച്ചാൽ ഒരു തുക തങ്ങൾക്ക് പാരിതോഷികമായി നൽകണമെന്നും പ്രതികൾ CIA മെയിൽ മുഖാന്തരം ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് CIA ഭാഗത്തു നിന്ന് മറുപടി ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുകയാണ്. പക്ഷേ നിലവിൽ ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളിലേക്ക് ഒന്നും തന്നെ ഇതുവരെ സൂചന ലഭിച്ചിട്ടില്ല. പക്ഷേ ഉറച്ച സംശയമുണ്ട്. കാരണം പ്രതികൾക്ക് ഇത്തരത്തിൽ രാജ്യത്തിന് പുറത്തു നിന്നുള്ള ശക്തികളിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം. എന്തായാലും ഇവിടെ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ, ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ശാസ്ത്രീയ പരിശോധനകൾ നടത്തി വരികയാണ്. പ്രതീഷ്, ശരി, പ്രധാനമന്ത്രിയെ വധിക്കാൻ പദ്ധതിയിട്ടു. ആ